സ്ഥലോടെ എൻ്റെ പേര് ബിനു രഞ്ജി. ഞാൻ ഇപ്രാവശ്യത്തെ ബൈബിൾ റീഡിംഗ് മാരത്തോണിലെ ലിസ്റ്റിനകത്ത് ഇല്ലായിരുന്നു. കഴിഞ്ഞ മാരത്തൺ റീഡിങ്ങിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ പേര് കൊടുക്കാനായിട്ട് താമസിച്ചു പോയി. അതുകൊണ്ട് എനിക്ക് ആ ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഈ പ്രാവശ്യം ഒന്ന് വായിക്കാൻ പറ്റിയെങ്കിൽ. അപ്പം ഞാൻ റോസിനെ അറിയിക്കുകയും അങ്ങനെ എനിക്ക് ഒരു അവസരം കിട്ടുകയും ചെയ്തു. ആദ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം റീഡ് ചെയ്തപ്പോഴൊക്കെ പല വചനങ്ങളും വചനങ്ങളിലൂടെയും ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ടും ആശ്വാസം നൽകുന്നതായിട്ട് തോന്നിയിരുന്നു. എങ്കിൽ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ ഭാഗം പുറപ്പാട് 31 മുതൽ ഉള്ള അധ്യായമായിരുന്നു. അപ്പോൾ 33-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം തൊട്ട് വായിക്കുമ്പോൾ കർത്താവ് ശരിക്കും എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്കങ്ങ് തോന്നി. അതിനകത്ത് കർത്താവ് ജനത്തോടു കൂടിയും കർത്താവ് മോശയോട് സംസാരിക്കുന്നതുമാണ്. അപ്പം മോശ കർത്താവിനോട് പറയുന്നുണ്ട്, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അതിനാൽ എന്നിൽ സംതൃപ്തനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അപ്പോൾ ഈശോയോട് ഞാനത് ചോദിക്കുന്നത് പോലെയാണ് എനിക്കും തോന്നിയത്. എനിക്ക് അങ്ങ് എന്നെ സംതൃപ്തനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരികയും അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. അപ്പോൾ അത് എൻ്റെ ഒരു ആഗ്രഹം പോലെ എനിക്കത് തോന്നുകയും ചെയ്തു. അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തന്നെ നിന്നോട് വരികയും നിനക്ക് ആശ്വാസവും നൽകുകയും ചെയ്യുന്നു. അത് കർത്താവ് എന്നോട് തന്നെ പറയുന്നതായിട്ട് എനിക്കിന്ന് തോന്നുകയും ആ സമയത്ത് എൻ്റെ കണ്ണുകൾ നിറയുകയും എനിക്ക് വായിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് അത് വായിക്കേണ്ടതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ സംയമനം പാലിച്ച് വായിക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ അതിനകത്ത് 17-ാമത്തെ വചനം പറയുന്നുണ്ട്, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കും, നിന്നെ എനിക്ക് നന്നായി അറിയാം. അപ്പോൾ ആ ദൈവം എന്നെ നന്നായി അറിയുന്നെന്നും ആ ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളൊരു ബോധ്യം എനിക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പം നമ്മളെ എല്ലാം നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാവുകയും ചെയ്തു. അത് വളരെ ഒരു ആശ്വാസമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കത് അനുഭവപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ റോസിന് എന്നെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം പലരിലൂടെ ദൈവം പ്രവർത്തിക്കുക, അത് അനേകർക്ക് അനുഗ്രഹമായി തരികയും ചെയ്യുന്ന ഒരു ഉദാഹരണമാണ് റോസ് ചെയ്യുന്ന എല്ലാ വചന പ്രഘോഷണ വേദികളും. അപ്പം ദൈവം ധാരാളമായി റോസിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.